നമസ്കാരം. പ്രധാന വാർത്തകൾ. +1 പ്രവേശനത്തിന്റെ 3ാം അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 16നും 17നും പ്രവേശനം നടക്കും. അലോട്ട്മെന്റിൽ ഇടം ലഭിക്കുന്ന മുഴുവൻ പേരും ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം. ആദ്യ 2 അലോട്ട്മെന്റുകളിലും താൽക്കാലിക പ്രവേശനത്തിന് അനുമതിയുണ്ടായിരുന്നു. പ്രവേശനം നേടാതിരുന്നാൽ തുടർ നടപടികളിൽ നിന്ന് പുറത്താകും. കെനിയ വാഹനാപകടം മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ഖത്തർ എയർവേസ് വിമാനത്തിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൂവാറ്റുപുഴ സ്വദേശി ജസ്ന, മകൾ റൂഹി മെഹ്റിൻ, തിരുവനന്തപുരം സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ ടൈറ എന്നിവരുടെ മൃതദേഹങ്ങളാണ് എത്തിച്ചത്. വിനോദസഞ്ചാരത്തിനെത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് ജൂൺ 9-നാണ് നെയ്റോബിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നെഹ്റൂറുവിൽ അപകടത്തിൽപ്പെട്ടത്. ഖത്തറിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു ഇവർ. KSRTC ബസിന്റെ കീ ഊരിയെറിഞ്ഞ സംഭവം. ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ കസ്റ്റഡിയിൽ. എറണാകുളം കാലടിയിലായിരുന്നു സംഭവം നടന്നത്. ചാലക്കുടിയിൽ നിന്നാണ് ടൂറിസ്റ്റ് ബസ് ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തത്. KSRTC ജീവനക്കാരും ടൂറിസ്റ്റ് ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്നായിരുന്നു സംഭവം അരങ്ങേറിയത്. പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വന്ന KSRTCയും എരുമേലിയിലുള്ള ഫെറ എന്ന ടൂറിസ്റ്റ് ബസും തമ്മിൽ നടന്ന മത്സരയോട്ടത്തിൽ KSRTC ബസ് എതിർവശത്തു കൂടി വരികയും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചെന്നാണ് ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ ഉന്നയിക്കുന്ന ആരോപണം. തുടർന്ന് KSRTC ബസ്സിൽ കയറി ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ ഡ്രൈവറുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു. ഒടുവിൽ തർക്കം മൂർച്ഛിച്ചതോടെ KSRTC ബസിന്റെ കീ ടൂറിസ്റ്റ് ബസ് ജീവനക്കാർ ഊരിയെടുത്ത് വലിച്ചെറിയുകയായിരുന്നു. സംവിധായകൻ നാദിർഷയുടെ പൂച്ചയെ കൊന്ന സംഭവത്തിൽ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ കേസെടുത്ത് പോലീസ്. പാലാരിവട്ടം പോലീസാണ് നാദിർഷയുടെ പരാതിയിൽ ആശുപത്രിക്കെതിരെ കേസെടുത്തത്. എറണാകുളം മാമംഗലത്തുള്ള പെറ്റ് ഹോസ്പിറ്റലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നാദിർഷയുടെ ഗ്രൂം ചെയ്യിക്കാനെത്തിയ പൂച്ചയാണ് ശനിയാഴ്ച ചത്തത്. മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു പൂച്ചയെ ഗ്രൂമിംഗ് ചെയ്തിരുന്നത്. അനസ്തേഷ്യ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പൂച്ചയെ എറണാകുളത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. അനസ്തേഷ്യ എടുത്തതിന് പിന്നാലെ പൂച്ച ചാവുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലമാണ് പൂച്ച ചത്തതെന്നാണ് നാദിർഷയുടെ ആരോപണം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ UK യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി. 100 നോട്ടിക് മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ചതോടെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും.